ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വായനഭാഗം യിരെമ്യാ പ്രവചനം 50 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12-ാം അധ്യായം 1-ാം വാക്യം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. മഹാനായ ഹെരോദാവിൻ്റെ രണ്ടാമത്തെ രാജ്ഞി മറിയംനയിൽ ജനിച്ച ഒന്നാമത്തെ പുത്രൻ അരിസ്റ്റോബുലസിൻ്റെയും തൻ്റെ ഭാര്യ ബെർണീക്കയുടെയും ആദ്യത്തെ മകനാണ് ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ. ഇദ്ദേഹത്തിൻ്റെ പിതാവായ അരിസ്റ്റോബുലസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ മാത്രമേ അഗ്രിപ്പ ഒന്നാമനെക്കുറിച്ച് പറയപ്പെടുന്നുള്ളൂ. ഹെരോദാവ് എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹെരോദാവ് എന്ന സ്ഥാനപ്പേര് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതായി തെളിവുകളില്ല. കാരണം അന്നത്തെ നാണയങ്ങളിലോ മറ്റു രേഖകളിലോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ പേര് കാണപ്പെടുന്നില്ല. ഹെരോദാവിൻ അഗ്രിപ്പ ഒന്നാമൻ്റെ വളർച്ചയും ജീവിതവും. പിതാവ് നേരത്തെ വധിക്കപ്പെട്ടതിനാൽ തൻ്റെ ചിറ്റപ്പനായ അന്തിപ്പാസിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ ചെറുപ്പത്തിലെ റോമിലെത്തിയ അഗ്രിപ്പ തിബരിയാസ് കൈസറുടെ മകൻ്റെ കൂടെയായിരുന്നു വളർന്നത്. രാജകൊട്ടാരത്തിൽ ശീലിച്ച ദുസ്വഭാവങ്ങളും ധാരാളിത്തവും കാരണം 23-ാം വയസ്സിൽ പലസ്തീനിലേക്ക് തിരികെ പോകേണ്ടി വന്നു. എന്നാൽ ചിറ്റപ്പനായ അന്തിപ്പാസ് ഗലീലയുടെയും പെരേയയുടെയും ഭരണാധികാരി ആയിരുന്നതിനാൽ അഗ്രിപ്പായ്ക്ക് തിബരിയാസ് പട്ടണത്തിൽ ഉദ്യോഗസ്ഥനാകുവാനായിട്ട് സാധിച്ചു. അഗ്രിപ്പായുടെ പെരുമാറ്റത്തിൽ അസംതൃപ്തനായ ചിറ്റപ്പൻ അഗ്രിപ്പായെ സിറിയയിലെ റോമൻ സ്ഥാനാപതിയുടെ കീഴിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകി. തുടർന്ന് ക്ലൗദിയോസ് അഗ്രിപ്പായെ യഹൂദയുടെയും ശമര്യയുടെയും ഭരണാധിപനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പിതാമഹൻ ഭരിച്ച പലസ്തീൻ നാട് മുഴുവൻ അഗ്രിപ്പായുടെ അധീനത്തിൽ ആകുകയും ചെയ്തു. അഗ്രിപ്പായുടെ പ്രവർത്തനങ്ങൾ. ഭക്തനായ ഒരു യഹൂദൻ്റെ മട്ടിലായിരുന്നു അഗ്രിപ്പ യഹൂദയിൽ ഭരണം നടത്തിയിരുന്നത്. സ്വന്തം നിലയിൽ യഹൂദ നിയമപ്രകാരം ചെയ്യേണ്ടിയിരുന്ന യാഗങ്ങൾ അർപ്പിക്കുകയും യഹൂദ നിയമങ്ങൾ അദ്ദേഹം ആചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അഗ്രിപ്പായുടെ ഭരണം ഒരു സുവർണ കാലഘട്ടം തന്നെ ആയിരുന്നു. അദ്ദേഹം ഭക്തനായ യഹൂദനായും യവനായ സംസ്കാരത്തിൻ്റെ രക്ഷാധികാരിയുമായിട്ട് മാറി. മാത്രമല്ല നാടകശാലകളും കളിസ്ഥലങ്ങളും കുളിപ്പുരകളുമെല്ലാം അദ്ദേഹം പണിയിച്ചു. കൈസരുടെ സ്വരൂപമുള്ള നാണയങ്ങൾ നിർമ്മിച്ചു. ഒരു നാണയത്തിൽ റോമരുടെ സ്നേഹിതനെന്നും മുദ്രണം ചെയ്യിപ്പിച്ചു. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് യഹൂദരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അഗ്രിപ്പ ക്രിസ്തീയ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും പീഡനങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോസ്തലനായ പത്രോസിനെ തടവിലാക്കുകയും സെബെദയുടെ മകനും യേശു കർത്താവിൻ്റെ ശിഷ്യനുമായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നുകളയുകയും ചെയ്തു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. കൈസരിയിൽ വെച്ച് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അഗ്രിപ്പാവിൻ്റെ അന്ത്യം. അതിവേദനയിൽ തൻ്റെ അന്ത്യനാളുകൾ കഴിക്കേണ്ടി വന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് അവിടെ കാണുന്നു. അങ്ങനെ ജീവിതവും പ്രവർത്തനങ്ങളും ശ്രേഷ്ഠകരമായിരുന്നുവെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കൃമിക്ക് ഇരയായി പ്രാണനെ വിടേണ്ടതായിട്ട് വന്നു അഗ്രിപ്പ രാജാവിന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ ദൈവത്തിന് പ്രയോജനകരമായി മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്രഷ്ടാവായ പിതാവേ, ഈ ഭൂമിയിൽ ശ്രേഷ്ഠകരമായ ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.